മക്കയിലെ പ്രധാനപ്പെട്ട സന്ദർശന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് പോകുന്നത്. ആദ്യമായി ഞാൻ പോകുന്നത് ജബൽ ഫൗർ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹിജ്റ പോകുമ്പോൾ അഭയം തേടിയ ഗുഹ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളുടെ പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ, അവരുടെ അക്രമങ്ങൾ സഹിക്കവയ്യാതെ ഹിജ്റ പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് മണത്തറിഞ്ഞ കുഫാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളയുകയും വീട് വളഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽക്കിടത്തിക്കൊണ്ട് അർദ്ധരാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ എന്ന് വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ച ശത്രുക്കൾ വളഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പിടി മണ്ണ് വാരിക്കൊണ്ട് എറിഞ്ഞുകൊണ്ട് പോകാനായിരുന്നു അല്ലാഹുവിന്റെ നിർദ്ദേശം. അതുപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണ് വാരുകയും എറിയുകയും ചെയ്തപ്പോൾ ശത്രുക്കളുടെ കണ്ണുകളിൽ ചെന്നപ്പെടുകയും അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അവരാരും കാണാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി വിട്ടിറങ്ങുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. നേരം പുറന്നപ്പോൾ വീട്ടിൽ നിന്ന് വളഞ്ഞ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വരുമെന്ന് കരുതി വീടിന് കാവൽ നിന്ന കുഫാറുകളെ നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പിൽ കിടന്നിറങ്ങുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് കണ്ടത്. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിന്റെ പാടുകൾ പിന്തുടർന്നുകൊണ്ട് റസൂലുള്ളാഹിനെ പിടിക്കുന്നതിന് വേണ്ടി ലക്ഷ്യം വെച്ച് അവർ വിടുകയും ചെയ്തു. ഈ സമയത്താണ് നേരം പുലർന്നപ്പോൾ ജബൽ ഫൗർ പർവ്വതത്തിന്റെ മുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി കയറുകയും ആ ഗുഹയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു.